എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വർക്കലയായിരുന്നു, തിരുവനന്തപുരം ജില്ലയിലെ വർക്കലായിരുന്നു. ചില എന്താ പറയുക പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ കാരണം നമുക്ക് വീഡിയോയുടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അതെല്ലാവർക്കും അറിയാം. കുറേ പേര് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് തമിഴ്നാടും ഒക്കെ പോയി ചെറിയ ചെറിയ കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനിപ്പം തിരിച്ച് കൊല്ലത്താണ് ഉണ്ടായിരുന്നു. അപ്പോൾ കൊല്ലത്ത് നിന്നപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇൻസ്പിറേഷനൊക്കെ ആയിട്ട് ഒരു പുള്ളിക്കാരൻ ഓൾ ഇന്ത്യ ട്രിപ്പിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കുറേ നാൾ മുമ്പേ പുള്ളി വിളിക്കുമായിരുന്നു. പുള്ളിക്കാരൻ പക്ഷേ മലയാളിയാണെങ്കിലും സെറ്റിൽഡ് ഇൻ കർണാടകയിലാണ്. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു വ്ളോഗറും കൂടിയാണ്. പക്ഷേ കർണാടകയിലാണ് കന്നഡയിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ വീഡിയോ വന്നു. അങ്ങനെ ഞങ്ങൾ പുള്ളിക്ക് എവിടെയെങ്കിലും കാണിച്ചു കൊടുക്കാൻ നല്ല സ്ഥലങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ഇടുക്കിയിലോട്ട് വന്നു കേട്ടോ. ഞാൻ ഇന്നലെ ഇടുക്കിയിൽ വന്നു. അപ്പോൾ ഇന്നാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള ഇടുക്കിയിലാണ്. ഇടുക്കി ജില്ലയിൽ രാമക്കൽ മേട്, എല്ലാവരും കേട്ടുള്ള ഒരു സ്ഥലമാണ് രാമക്കൽ മേടിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാമക്കൽ മേടിനെ കുറിച്ചാണ്. അപ്പോൾ രാമക്കൽ മേടിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ജോബി എന്നാണ് ചേട്ടൻ്റെ പേര്. നമുക്ക് ജോബി ചേട്ടനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതിനുശേഷം പുള്ളിയുടെ യാത്ര കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ ഈ രാമക്കൽ മേടിൽ പോയിട്ട് ഇവിടുത്തെ വ്യൂ പോയിൻറ്റും പിന്നെ ഇവിടെ ഒരു കൊറോനും കൊറത്തിയുടെ പ്രതിമ ഒക്കെ ഉണ്ട്, അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് ജോബി ചേട്ടനെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജോബി ചേട്ടനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ചേട്ടനെ കുറിച്ചും ചേട്ടൻ്റെ യാത്രയെക്കുറിച്ചൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? എൻ്റെ പേര് ജോബി. എനിക്ക് ഒരു ചെറിയ യൂട്യൂബുണ്ട്. കന്നഡയിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കുന്താപുരത്ത് ഉടുപ്പി ഡിസ്ട്രിക്റ്റിലാണ്. ഞാൻ മനീഷിൻ്റെയും പിന്നെ അവിനാഷിൻ്റെയും സോളോ ട്രാവൽ വീഡിയോ കണ്ടിട്ടാണ് എനിക്കും ഒന്ന് ഇറങ്ങണം എന്നുള്ള പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞാൻ ഇറങ്ങി ഡിസംബർ 8 ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു 3 മാസത്തിൻ്റെ അടുത്താകുന്നു. ഇപ്പോൾ ഒരു കർണാടക ഫുള്ള് കഴിഞ്ഞു, തമിഴ്നാടിൻ്റെ ഒരു പകുതിയായി, കേരളം ഇപ്പം തിരുവനന്തപുരം, കൊല്ലം ഡിസ്ട്രിക്ട്. ഇത് എത്ര നാളത്തേക്കുള്ള യാത്രാ പ്ലാനാണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് 732 ഡിസ്ട്രിക്ട് കവർ ചെയ്യണമെന്നാണ് എൻ്റെ പ്ലാന്. ഒരു 3 കൊല്ലവും കൊണ്ട് ഞാൻ കണ്ടിന്യൂഷൻ അല്ല, ഇടയ്ക്ക് വീട്ടിൽ പോകും. ഓഫീസും വീടൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് വീട്ടിൽ പോകും. സ്വന്തമായിട്ട് ഓഫീസൊക്കെ ഉള്ളതാണ്. അപ്പം ജോലിയുടെ ഇടയിൽ സമയം കണ്ടെത്തി 1 മാസം ഗ്യാപ്പ് എടുത്തിട്ട് ട്രാവൽ ചെയ്യും. ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും പോകാം കേട്ടോ. ഓൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ ഡിഫറെൻ്റ് ആണ്. എല്ലാ ഡിസ്ട്രിക്റ്റിലും യാത്ര ചെയ്ത് വീഡിയോ ചെയ്യാണ്. വീഡിയോ അല്ല, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ചെറുതായിട്ടൊക്കെ വീഡിയോ ഇടുന്നുള്ളൂ. യാത്രയാണ് മാത്രം കുറച്ച് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ നല്ല യാത്ര ചെയ്തുകൊണ്ട്. അപ്പോൾ പുള്ളിയുടെ വണ്ടിയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാ ഡിസ്ട്രിക്ട് കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. അപ്പോൾ ഇതാണ് വണ്ടി കേട്ടോ, റോയൽ എൻഫീൽഡ് നമ്മുടെ ക്ലാസിക് 350. വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ വണ്ടിക്കകത്തില്ല, അതേപോലത്തെ ഒരു പെട്ടിയൊക്കെ തന്നെയാണ്. അതിൻ്റെ 2 ബോക്സൊക്കെ അടിച്ചിട്ട് ഇതിനകത്ത് തന്നെയാണ് യാത്ര കേട്ടോ. പുള്ളിക്ക് ഫാമിലിയും 2 പിള്ളേരും ഒക്കെ ഉണ്ട്. എന്നാലും യാത്രയോടുള്ള ഒരു ഇഷ്ടം കാരണം ഇറങ്ങിയതാണല്ലേ. അപ്പോൾ ഫാമിലിയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നോക്കിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പം ചിലവർ പറയത്തില്ലേ, നമുക്ക് കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ യാത്രയൊന്നും നടക്കത്തില്ല എന്ന് പറയുന്നവർക്ക് ഒരു എക്സാമ്പിളാണ് നമ്മളെ ജോബി ചേട്ടൻ. സോ ഇത് നമ്മളെ ജോബി ചേട്ടൻ്റെ വണ്ടി ഇപ്പം തന്നെ 10,000 കിലോമീറ്റർ ഓടിയല്ലേ? ഇപ്പം തന്നെ 10,000 കിലോമീറ്റർ കവർ ചെയ്തു. അപ്പം എന്താ പറയുക, 3 സ്റ്റേറ്റ് കവർ വന്നപ്പോൾ തന്നെ 10,000 കിലോമീറ്ററായി. അപ്പോൾ നമുക്ക് ഇനി മേലെ രാമക്കൽ മേടിലെ കൊറോനും കുറച്ച് സ്റ്റാറ്റ്യൂ ഉണ്ട്, അങ്ങോട്ട് പോകാം. ഇതാണ് ഞാൻ നിൽക്കുന്ന രാമക്കൽ മേട് എന്ന സ്ഥലത്ത്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് അപ്പുറത്ത് കാണുന്നുണ്ടോ ഒരു മല ഉണ്ട്. ഇതിൻ്റെ മേളിൽ നോക്കി കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു കിടിലം വ്യൂ ഉണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് ഈ താഴെ നിന്ന് നമ്മൾ നടന്ന് മേളിലോട്ട് കയറണം, നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് നമുക്ക് ഇവിടെ ഒരു 10 രൂപ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കയറാൻ പറ്റും. ഇവിടെ ഒരു കൊറോനും പ്രതിമയുണ്ട്. നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് കയറിയതിന് ശേഷം നമുക്ക് വ്യൂ പോയിന്റിലോട്ട് പോവാം. ഓക്കെ. യഥാർത്ഥത്തിൽ ഇന്നലെ ഞാൻ ചേട്ടനും കൂടെ ഇവിടെ വന്നതാണ്. ഇവിടെ ഈ ഇടുക്കിയിൽ വന്നതാണ്. കുമളി വന്നിട്ട് നേരെ കമ്പം തേനി, നമ്മളെ മമ്മൂക്ക പറയുന്ന പോലെ വെൽക്കം ടു കമ്പം തേനിയിലൊക്കെ പോയി. ഇന്നലെ തേനിയിലായിരുന്നു താമസം. തമിഴ്നാടായതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാമായിരുന്നു. പിന്നെ എനിക്ക് ഒരു ദിവസം വീഡിയോ ഒന്നും എടുക്കാതെ യാത്ര ചെയ്യാമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. തേനിയിലും കമ്പത്തൊക്കെ ഒന്ന് ഞാൻ സ്വയം എക്സ്പ്ലോർ ചെയ്തു. വീഡിയോ ഇല്ലാതെ ഒരിക്കൽ യാത്ര ചെയ്യുമ്പം അത് വേറെ സുഖം കേട്ടോ. സത്യം പറയാം, നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആവും. എനിവേ ഇച്ചിരി തടന്ന് കയറാനുണ്ട്, പടിയൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്ലോപ്പാണ്. അപ്പോൾ നേരെ സ്റ്റാറ്റ്യൂ കൂടെ കണ്ടിട്ട് നമുക്ക് അപ്പുറത്ത് നടന്ന് വ്യൂ പോയിന്റിലോട്ട് പോകാം. അപ്പോൾ
അപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ് നമ്മുടെ കുറവൻ കുറത്തി സ്റ്റാറ്റ്യൂവിൻ്റെ അടുത്താണ്. ഈ കുറവൻ കുറത്തി സ്റ്റാറ്റ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇടുക്കി ഡാമുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു പ്രതിമയാണ്. അതായത് ഇടുക്കി ഡാം അറിയാമല്ലോ, ഇടുക്കിയിലെ ആർച്ച് ഡാം എന്ന് പറയുന്നത് 2 മലകൾക്ക് നടുവിലായിട്ടാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ ഒരു മലയുടെ പേര് കുറവൻ മലയെന്നും മറ്റൊരു മലയുടെ പേര് കുറത്തി മലയെന്നാണ്. അപ്പോൾ ഈ 2 മലകളുടെയും പേരുകളാണ് ഇവിടെ കുറവൻ കുറത്തി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതിമ പണിഞ്ഞിരിക്കുന്നത്. 2005 സ്ഥാപിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലോ, കാണാനൊക്കെ കൊള്ളാം, അടിപൊളി ഒരു സ്റ്റാറ്റ്യൂ ആണ്. ഇനി നമുക്ക് അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നേരെ അപ്പുറത്ത് പോവുക. അപ്പുറത്ത് പോയാൽ കിടിലൊരു വ്യൂ ആണ്, അത് പോയി കാണണം. അതുപോലെ തന്നെ ഇവിടെ ഒരു കഴുകൻ്റെ പ്രതിമ കാണാം. അപ്പോൾ ഈ രാമക്കൽ മേട് എന്ന് പറയുന്നത് തന്നെ രാമായണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് രാമൻ്റെ കാലുകൾ പതിഞ്ഞ സ്ഥലം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാമായണത്തിൽ സീതയും രാവണനും അവരുടെ സ്റ്റോറിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഏരിയയാണ് രാമക്കൽ മേട്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് നേരെ താഴെ പോയിട്ട് താഴെ നമുക്ക് അപ്പുറത്തെ വ്യൂ പോയിന്റിലോട്ട് പോകും. അപ്പോൾ എന്തായാലും നമ്മളെ ഇവിടുത്തെ കുറവൻ കുറത്തി സ്റ്റാറ്റ്യൂ ഒക്കെ കണ്ടു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് പ്രധാന സ്ഥലങ്ങളിലോട്ട് പോവാം, നമ്മുടെ വ്യൂ പോയിന്റിലോട്ട്. നല്ല തണുപ്പും നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഇടുക്കിയിൽ. എന്താ പറയുക, വലിയ തണുപ്പൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ ചൂട് കാലാവസ്ഥയിൽ അത്യാവശ്യം ഇവിടെ നല്ല സുഖമാണ് അല്ലേ? കാരണം വലിയ ചൂടറിയുന്നില്ല, ഉച്ചയ്ക്കായാലും വലിയ ചൂടില്ല, ഒരു നോർമൽ ടെമ്പറേച്ചറാണ്. ഇനി നമുക്കപ്പം താഴ്ത്തു. ഇവിടെ നിന്നാണ് നമ്മുടെ വ്യൂ പോയിന്റിലോട്ടുള്ള വഴിയാണ്. ഇവിടെ നമുക്ക് നടന്ന് കുറേ നടക്കാനുണ്ട് കേട്ടോ. നടന്ന് മലയുടെ മേളിലോട്ട് കയറണം. സോ നമുക്ക് നടന്ന് മേളിലോട്ട് പോവാം. എൻ്റെ പൊന്നോ, അടിപൊളി ഫുള്ള് കുരങ്ങന്മാരാണ് ഇവിടെ എല്ലാം കേട്ടോ, കുത്ത കുരങ്ങന്മാരാണ്. പക്ഷെ നമ്മൾ നടന്നു പോകുന്ന വഴി നോക്കി, എൻ്റെ അമ്മ അടിപൊളി, നല്ല തണുപ്പുണ്ട് ഇതിനകത്ത്, സൂപ്പർ ഫീലിംഗ് കേട്ടോ. ഇങ്ങനെ നടന്നു പോകാൻ കൊതിയാവും. സെറ്റപ്പ് ഫുള്ള് മുളകളൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാട്ടിലേക്കൂടെയുള്ള യാത്ര നടന്ന് പോകണം, അടിപൊളി ഫീലാണ്, സെറ്റപ്പാണ്. എല്ലാവരും വരണം കേട്ടോ ഇവിടെ. രാമക്കൽ മേട് മറന്നു പോരുത്. ഇടുക്കി വന്നു കഴിഞ്ഞാൽ രാമക്കൽ മേട് മിസ് ചെയ്യരുത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ചേട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ? ചേട്ടൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ പകുതി വന്നപ്പോൾ തന്നെ സെറ്റപ്പ് അല്ലേ? നല്ലുണ്ട്, നല്ല നല്ല കൂൾ ഏരിയ. അതെ അതെ, എല്ലാവരും വരണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നടന്ന് പോവാണ്. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, നടക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അങ്ങോട്ട് പോകും തോറും നല്ല മലയുടെ മേളിലോട്ട് കയറിപ്പോണം. അപ്പോൾ അങ്ങോട്ട് പോവാം. നമ്മൾ നടന്നു പോകുന്ന വഴി കണ്ട ഗൈസ്, സെറ്റപ്പ് അല്ലേ? അടിപൊളി വഴിയിലെ കൂടെ നടന്നു പോകുന്നോ, പൊളി. എൻ്റെ അമ്മോ, അത്യാവശ്യം നടന്ന് പോയി വഴി ആയിട്ടുണ്ട്. കിടിലല്ലേ? ഇത് കാണുമ്പോൾ നമ്മളെ കാസർഗോഡിലെ ഞങ്ങളുടെ സ്കൂളാണ് ഓർമ്മ. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഏരിയയിലേക്ക് ഇതുപോലത്തെ സ്ഥലമുണ്ട് കേട്ടോ, ഇതുപോലത്തെ കാട്. ഞങ്ങൾ ഇൻ്റർവെൽ സമയത്തൊക്കെ അവിടെ പോകാറുണ്ട് കാട്ടിൽ. സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറുതാണ്, 6ൽ 7ലൊക്കെ പഠിക്കുമ്പോൾ. എന്തായാലും നടന്ന് കുറച്ച് മേളിലെത്തിയിട്ടുണ്ട്. മേളിലെത്തി ഞങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം. നടന്നൊരു പകുതി ദൂരം എത്തി, പകുതിയല്ല 3/4 ദൂരം എത്തി. അതോ അപ്പുറത്ത് കാണുന്നുണ്ടോ, അവിടെയാണ് നമ്മൾ വീട്ടിൽ തുടങ്ങിയത്, കുറവൻ കുറത്തി. അവിടെ നിന്നാണ് നമ്മൾ നടന്ന് താഴെ വന്ന് താഴെ നിന്ന് കയറി മേളിലെത്തി. കുറച്ചും കൂടെ ദൂരം പോയാൽ നമ്മളെ കറക്റ്റ് വ്യൂ പോയിൻ്റ് കിട്ടും. അതൊക്കെ കണ്ടിട്ട് സൺസെറ്റ് കണ്ടിട്ടേ നമ്മളിവിടുന്ന് പോകത്തുള്ളൂ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തി.
ഇനി ഇതാ ഇതിൻ്റെ മുകളിൽ കൂടെ കയറി അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ആണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കയറുന്നുണ്ട് മലയുടെ മുകളിൽ. ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും വരാം, ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്പേസാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ വ്യൂ കാണിക്കുക. പക്ഷേ ഞാൻ ഇവിടുന്ന് കാണിക്കുന്നില്ല, നമുക്ക് മേളിൽ പോയിട്ട് കറക്റ്റ് വ്യൂ കാണിച്ചു തരാം. എങ്ങനെയുണ്ടായിട്ട് നടന്നിട്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. കാറ്റുള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് നല്ല നടന്ന് പോകാൻ പറ്റും. ക്ഷീണം അറിയത്തില്ല കാറ്റുള്ളതുകൊണ്ട്. പിന്നെ എനിക്ക് ട്രക്കിംഗ് ഇഷ്ടമാണ്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലം ഇത് അല്ലേ? അതെ അതെ. ഇത്ര നടന്ന് കയറി ഇതോ അവിടെ നിന്ന് വന്ന് ഇറങ്ങി, താഴോട്ട് ഇറങ്ങി, പിന്നെ മേളിലോട്ട് കയറി. നല്ല തണുത്ത കാറ്റ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇനി കുറച്ചും കൂടെ ഇതിലേക്ക് ഒരു അഡ്വഞ്ചറസ് ആയിട്ട് കയറിപ്പോയാൽ മതി. നമ്മൾ ആ ടോപ്പിലെത്തി. അത് കയറാൻ എളുപ്പാ. ഇവിടെ രണ്ട് കൈയും പിടിച്ചിട്ട് പൊങ്ങിക്കാം. രണ്ടു ഇച്ചിരി മല്ല. നിങ്ങൾ ചെറുപ്പക്കാരായോണ്ട് കയറാൻ ഇച്ചിരി നല്ല ഇതാണ്. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് പയറണമെങ്കിൽ ഹലോ ഇതിലെയാന്ന് പറഞ്ഞ രണ്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങി പോരുവാ. അവിടെ തന്നെ കണ്ടേച്ച് പ്ലാൻ ചെയ്തിട്ട് ചെറിയ സപ്പോർട്ട് മതി. ചെറിയ സപ്പോർട്ട് നമ്മളൊന്നുമല്ല. ഫോൺ നോക്കിക്കോട്ടോ, സാധനം നോക്കിയോ, റിസ്ക് ആണ്. ഇടയിലായി പോ. ഞാൻ കാണിച്ച ജസ്റ്റ് ഇതൊന്നും പിടിച്ചോ ഫോൺ. ഞാൻ കയറിയിട്ടുണ്ടേ തന്നായി പറ്റത്തില്ല, ചെരുപ്പ് വരണം. ഇച്ചിരി പാടും, ഞാൻ കയറിയിട്ട് കൈ പിടിക്കാം, അതായിരിക്കും ബെറ്റർ. എത്തിയാ മൊബൈൽ അത് ഗൈസ്, നമ്മളിതാ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടുത്തെ വ്യൂ നിങ്ങൾ നോക്കിക്കോ, എൻ്റെ അല്ലോ അടിപൊളി. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നല്ല കാറ്റല്ലേ, തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് സൂപ്പറായിട്ട്. എന്താ പറയാ, ഇതിൻ്റെ ടോപ്പിൽ പോകണം കേട്ടോ. ഇതിൻ്റെ ടോപ്പിൽ വെച്ചാൽ അവിടെ പോകണുണ്ടോ, അവിടെയും പോവാം. അവിടെ പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ നല്ല വ്യൂ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ കൊതിയാവും. താഴെ മൊത്തം തമിഴ്നാട്ടിലെ കൃഷി സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഓരോരോ ബോക്സ് പോലെ ഇരിക്കും ഓരോ സ്ഥലങ്ങൾ. എത്ര ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് അറിയോ നമ്മൾ ഈ ഒറ്റ ഫ്രെയിമിൽ കാണുന്നത്.
നമ്മളെന്താ പറയുക, ഫ്ലൈറ്റിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കാണുന്ന അതേ വിഷ്വൽ അല്ലേ, ഫ്ലൈറ്റിൽ നിന്ന് കാണുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇതിനു മുമ്പ് ഇതുപോലത്തെ വിഷ്വൽ കണ്ടിട്ടുള്ളത് ഫ്ലൈറ്റിൽ പോയപ്പോഴാണ്, ഇപ്പോഴായിരിക്കും ശേഷം കാണുന്നത്. അടിപൊളി. അപ്പുറത്തൊക്കെ ഫുള്ള് മറ്റേ കാറ്റാടിയൊക്കെ കാണാം, വിൻഡ് മില്ലൊക്കെ ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിലെ മെയിൻ സംഭവമാണ് വിൻഡ് മില്ല്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കുന്നുകളൊക്കെ ആയിട്ടുണ്ടോ. ഓ, പ്രകൃതി ഭംഗി കനിഞ്ഞ് നൽകിയ സ്ഥലം കേട്ടോ. ഇത് ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ സത്യമായിട്ട് മിസ് ചെയ്ത് തരുന്നത്. എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം വരണം, എന്തായാലും പോകണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചത്. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. സൂപ്പർ. നമുക്ക് ഇറങ്ങാമെങ്കിൽ അല്ലേ? ഇറങ്ങിക്കോ. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് അടിപൊളി ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു, രാമക്കൽ മേട് എന്ന് പറയുന്നത്. എന്തായാലും നല്ലപോലെ എൻജോയ് ചെയ്തു. നല്ല തണുത്ത കാറ്റും നല്ല മലയും നല്ല വ്യൂവും തമിഴ്നാടും കേരളവും എല്ലാം കണ്ട് നല്ല സന്തോഷത്തിലാണ്. പക്ഷേ ഇവിടെ കണ്ടതിൽ ഏറ്റവും മോശമായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ ടോപ്പിൽ ഞാൻ പോയിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ടോപ്പിൽ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ നല്ല രീതിയിൽ അവിടെ ഫുള്ള് മദ്യപാനമാണ്. കുറേ ആൾക്കാർ വന്നിട്ട് വെള്ളം അടിച്ചിട്ട് ഫുള്ള് പ്ലാസ്റ്റിക് എല്ലാം അവിടെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ഇത് തോന്നിയിട്ടുള്ളൂ. കേരളത്തിൽ എവിടെയൊക്കെ മലയുടെ മുകളിൽ ടൂറിസം ഉണ്ടോ അവിടെ എല്ലാം വെള്ളമടിയും മദ്യപാനവും അലൗഡാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് വളരെ മോശമായിപ്പോയി. ഒരു ഫോറിൻ ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഈ എന്താ പറയുക, മലയാളികൾ ചെയ്യുന്നത് ഇത്ര നല്ലൊരു അടിപൊളി സ്ഥലം അല്ലേ? ഒരു ചേട്ടൻ അങ്ങനെ തോന്നിയില്ലേ? നല്ല സ്ഥലം. അതെ, അവിടെ വന്ന് ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമായിട്ട് തോന്നി. അപ്പോൾ ഞാനും നമ്മുടെ ജോബി ചേട്ടനും കൂടെ രാമക്കൽ മേടിൽ നിന്നും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ ഇപ്പോൾ സമയം 6:30 ഇനി നേരെ ഞങ്ങൾ തിരിച്ചു പോവാണ്. ചേട്ടൻ്റെ വണ്ടിയിൽ ഞങ്ങൾ കൊല്ലത്ത് പോകും. കൊല്ലത്ത് പോയിട്ട് അടുത്ത യാത്ര വേറെ എവിടെയാണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം. ഇനി വേറെ സ്ഥലത്തോട്ടാണ് പോകാൻ പോകുന്നത്. ഇനി ഞങ്ങൾ കൊല്ലത്തോട്ടാണ് പോകുന്നത്. രാത്രി ഇപ്പോൾ വിട്ട് കഴിഞ്ഞാൽ രാത്രി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കൊല്ലത്തെത്തും. ഇപ്പോൾ സമയം 6 മണിയായി, ഇരുട്ടാവാറായി. ചേട്ടൻ പറയാനുണ്ടോ? ചേട്ടൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, പക്ഷേ കന്നഡയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കന്നഡ ലാംഗ്വേജിൽ അറിയാവുന്നവർക്കൊക്കെ വീഡിയോ കാണുമെന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക ചേട്ടൻ്റെ ചാനൽ. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എൻ്റെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പേര് ജോബി കുന്താപുര എന്നാണ് യൂട്യൂബ് ചാനൽ പേര്. ഡിസ്ക്രിപ്ഷനിൽ ചാനൽ കൊടുക്കാം. എനിവേ, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, ബൈ.